വിധാതുശ്ച വിധാതാരം ശങ്കരസ്യാപി ശങ്കരം രമായാരമണം വന്ദേ പൂർണ്ണം പൂർണ്ണത്രയീശ്വരം. കാവൽ നിന്നൊരു പ്രാർത്ഥന ശിശുശവം പോലും ലഭിക്കായകയാൽ ഭാവം മാറി വിഷാദമാർന്നതിരുഷ തട്ടിക്കയർക്കും ദ്വിജൻ. പോവില്ലെന്നു ശഠിച്ച് മാനവ മനച്ചെങ്കോട്ട വെട്ടിപ്പിടിച്ച ആവാസം തുടരുമ്പോൾ ആ കഥകളിക്കാരൻ ജയിപ്പൂച്ചിരം. മുള്ളും മലരും എന്നുള്ള കവിതാ സമാഹാരത്തിലൂടെ ചന്ദ്രമന ഉണ്ണിയപ്പനെ വിളിക്കുന്നതായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കൃതിയാണ്. ലോകത്തെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതത്തിൽ മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ധാരാളം കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അത് ക്ഷേത്ര കലകളുമായിട്ട് ബന്ധപ്പെടാത്തതല്ലാത്തതെല്ലാം ഒരു വെടിക്കെട്ട് പൊട്ടിക്കുന്ന പോലെ അതങ്ങ് പൊട്ടിപ്പോയി എന്നർത്ഥം. മിമിക്രികളുണ്ടായിരുന്നു, മറ്റ് കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പം ട്രഡീഷണലായിട്ട് രീതിയിലുള്ള കലാരൂപങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോയാൽ അത് തിരുവാതിരയായാലും കഥകളി ആയാലും കൂത്തായാലും കൂടിയായിട്ടായാലും മുടിയേറ്റായാലും എല്ലായാലും അതിന് എല്ലാ ദിവസവും ആസ്വാദക വൃന്ദം കൂടി വരികയാണ്. അപ്പോൾ പല പല കലാരൂപങ്ങളും വന്നു, അതൊക്കെ പരാജയപ്പെട്ടു. ഇന്നും എപ്പോഴും കലയാണ്, പ്രഭാഷണം കലയാണ്. അതുപോലെ തന്നെ ഒരു കാവ്യം എഴുതപ്പെടുമ്പോൾ, ശ്രീമദ് ഭാഗവതം എന്ന കാവ്യം എഴുതിപ്പെട്ടപ്പോൾ എൻ്റെ ഭാഗവതത്തിൻ്റെ ഗുരുതരായ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനിൽ കുറച്ച് നേരം കുറച്ച് വായിച്ചിട്ട് ബാക്കി ആൾക്കാർക്ക് ആസ്വദിക്കാൻ പാകത്തിന് സന്താന ഗോപാല കഥ പറഞ്ഞു കഴിയുമ്പോൾ ശ്രീകൃഷ്ണ ജന്മത്തോടുകൂടി ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാതിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെ അവിടെ ഒരു ബ്രാഹ്മണന് കുട്ടികൾ ഉണ്ടാവാതെ വന്നു എന്ന് ചിന്തിക്കുമ്പോൾ മഹാദേവനും പാർവതീദേവിയും നമ്മളെ ഒന്ന് തലപ്പുഞ്ഞ മഹാദേവനും പാർവതിയും നമ്മളെ ഒന്നൊരു ഒരു 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 സങ്കല്പത്തിലേക്ക് നയിക്കാനായിക്കൊണ്ട് ബ്രാഹ്മണ സ്വരൂപത്തിലും പത്നി സ്വരൂപത്തിലും, അത് പുസ്തകത്തിലില്ല എന്നിരുന്നാൽ പോലും സജ്ജനങ്ങൾ അനുസരിക്കുന്ന ഒന്നാണ്. ശിവനും പാർവതിയും തന്നെ അവിടെ സ്വരൂപമായിക്കൊണ്ട് നമ്മളെ ഒന്ന് ഭക്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കാവൽ നിന്നൊരു പ്രാർത്ഥനയെ ശിശുശവം പോലും ദർപ്പണ ഗോവിന്ദൻ നമ്പൂതിരി ചരിത്രങ്ങൾ മാറ്റിമറിച്ചതായ പുണ്യത്തിൻ്റെ അഭിമാനമായ അദ്ദേഹത്തിൻ്റെ മകൻ CPCRL ഡോക്ടർ തെങ്ങുകള വേഷ അദ്ദേഹമാണ് കഥകളി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇന്ന് അത്തച്ചമയ ദിവസം